ഗൈസ് എല്ലാവർക്കും പുതിയ പ്രാങ്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബീച്ചിലുള്ളത്. ഇന്ന് നമ്മൾ വെറൈറ്റി പ്രാങ്കാണ് ചെയ്യാൻ പോകുന്നത്. ആൾക്കാരെ അടുത്തെത്തിയിട്ട് ഞാനൊരു ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ മനസ്സ് റീഡ് ചെയ്യും, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം. പിന്നെ രണ്ട് രീതിയിൽ പ്രാങ്ക് ഉണ്ട്, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കണം. സ്റ്റേഞ്ചേഴ്സുകളുടെ റിയാക്ഷൻസ് എന്താവുന്നൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ്. നമുക്കിത് ഇവിടെ തന്നെ കുറേ ആൾക്കാരുണ്ട്. അവൻ തുടങ്ങാം. ഉപ്പിലിട്ടത് എടുക്കുക അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെ മനസ്സ് ഞാൻ വായിക്കാൻ വന്നതാ. ഓക്കെ, അപ്പോൾ പേരെന്താ? ഗായത്രി, അക്ഷര, തുഷാര, ഹിന്ദു, ഗീതു. ഓക്കെ, മിത്ര. ഓക്കെ, നിങ്ങളിപ്പോൾ കർമ്മൂസല്ലേ എടുക്കാൻ പോയത്? അല്ലേ? അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളിപ്പോൾ ബീച്ചിലേക്ക് വന്നതല്ലേ? അതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ കമ്മിറ്റഡ് അല്ലേ? അല്ലല്ലേ? അപ്പോൾ ചില ടൈമിൽ തെറ്റിപ്പോവും. ബാക്കി മൂന്നും ശരിയായില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നല്ല ക്യൂട്ട് സ്മൈലാണ്, അതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ആരാണ് ഏറ്റവും ടോപ്പ് സിംഗർ? ആരാണ്? അക്ഷര. ഞാൻ പറയാൻ വരുമായിരുന്നു. അതെ, അതും എനിക്ക് മനസ്സിലായിട്ട്. അക്ഷര എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ? അതെ. അപ്പോൾ ഏത് പാട്ടാ പാടാൻ ഇഷ്ടം? ഇഷ്ടമല്ല? അപ്പോൾ എന്നാലും മനസ്സ് റീഡ് ചെയ്യല്ലേ? എന്നാല് തുടങ്ങട്ടെ. ഓക്കെ ഓക്കെ, നിങ്ങൾ എന്താ പേരെന്താ പറഞ്ഞേ? തുഷാര. തുഷാര ഒന്നും ഇങ്ങോട്ട് വരും, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരൂ. ഒരു മനസ്സ് റീഡ് ചെയ്യാൻ ഒരാൾ ഈ സൈഡിൽ ഇവിടെ നിൽക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സൂര്യനെ കറക്റ്റ് കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സൂര്യൻ ഇപ്പോൾ ഏത് കളറാണ് ഉള്ളത്? കറക്റ്റ് പറയൂ. വൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് സൂര്യൻ വൈറ്റ് ആണോ വേറെ ഏത് കളറാണോ? കാണുന്നില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്തോളൂ. തല കറങ്ങി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, തല കറങ്ങി വീണാൽ അറിയില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ പേരെന്താ? തുഷാര. ഓക്കെ, അപ്പോൾ തുഷാരഗിരി പോയിട്ടുണ്ടോ? ഓക്കെ, അതെ 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 അതെ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാനേ ഇങ്ങനെ സ്റ്റെയിൻലെസ്സുകൾ എടുത്ത് പോയിട്ട് ജസ്റ്റ് ഒരു മൈൻഡ് റീഡ് ചെയ്യുന്ന പറഞ്ഞ് പ്രാങ്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പ്രാങ്കായിരുന്നു. ഇനി ഞാൻ പോട്ടെ. അപ്പോൾ ഇങ്ങനെ കുത്തണം. ആരൊക്കെ കുത്തുന്നത്? കുത്തിയാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ, ഗിഫ്റ്റ് വേണ്ട, പക്ഷെ കുത്തിയവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഓരോന്നേ എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് കാരൊക്കെ കൊണ്ടുവന്നാ. കാരക്കയാണ് ഇന്നത്തെ സ്പെഷ്യൽ. കാരക്ക തിന്നാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാരക്ക തിന്നാൽ ഇങ്ങനെ പ്രാങ്കൊക്കെ ആരെങ്കിലും എടുക്കാൻ വരികയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ ശക്തി ഉണ്ട് കാരക്കയിൽ. കാരക്ക തിന്നോളൂ. ഇത് ഞാനായിട്ട് മരത്തിൻ്റെ മുകളിൽ നിന്ന് പറിച്ച് കൊണ്ടുവരാം. ഓക്കെ, അടിപൊളി കാരക്ക കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവരെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ആൾക്കാരെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ നല്ല ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളൂ. എന്താ പ്രാങ്ക് കൊള്ളൂലേ? കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ ശരി, ഞാൻ പോയി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് വേറെ പ്രാങ്ക് ചെയ്യാം. ഇനി വേറെ ഒരു പട്ടി കടിച്ചു എന്ന് പറഞ്ഞ ഒരു പ്രാങ്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഹലോ, എന്താ നിങ്ങൾ ഇവിടെ ബസ്സിന് കാത്തു കാണോ? ബീച്ചിലേക്ക് വന്നതല്ലേ? ഓക്കെ, ഞാൻ ഒരു സീരിയസ് കാര്യം പറയാനാ. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വരികയായിരുന്നു. അപ്പോൾ എൻ്റെ കാലിന് ഞാനിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഈ എന്താ പറയുക, ജിമ്മി എന്ന് പറഞ്ഞ ഒരു പട്ടിക്കുട്ടിയുണ്ട്. അതിനെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ കളിപ്പിക്കും. അപ്പോൾ ആ പട്ടി എന്നെ കടിച്ച്. ശരിക്കും പറയാം, അതെന്താ നിങ്ങൾ സീരിയസ് വരാത്ത? വന്നില്ലേ? ഓക്കെ, എന്നാൽ നിങ്ങളെ പേരെന്താ? ശിവാനി അനശ്വര. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരയ്ക്കാൻ തോന്നും. ഒന്ന് കുരച്ചോട്ടെ ഞാൻ?
കൊള്ളാം. അത് ബോറായില്ലേ? ആണ്. ഓക്കെ, എന്നാൽ ഒരു പാട്ട് പാടാൻ പറ്റുമോ നിങ്ങൾക്ക്? അറിയില്ല, ഒരു പാട്ടും അറിയില്ല. ഒരു പാട്ടും അറിയില്ല. അപ്പോൾ പാട്ട് പാടാൻ പറ്റിയൊരു സാധനം ഉണ്ട് എൻ്റെ കയ്യിൽ. വേണോ? പാട്ട് പാടിയാൽ ഇതിലൊരു സ്പെഷ്യൽ സാധനം ഉണ്ട്, അത് ഞാൻ തരാം. പാട്ട് പാടാൻ അറിയില്ല, അതുകൊണ്ടല്ലേ? ഓക്കെ, എന്നാൽ ഇന്ന് സ്റ്റെയിൻലെസ്സുകൾ എടുത്തു പോയിട്ട് പട്ടി കടിച്ചു എന്നാണ് പറഞ്ഞൊരു പ്രാങ്കാണ്. അപ്പോൾ അങ്ങനെ കുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഓക്കെ, എൻജോയ്. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. അപ്പോൾ സ്റ്റെയിൻലെസ്സുകൾ എടുത്ത് പോയിട്ട് പെട്ടെന്നുള്ള റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക. ഒരെങ്ങനെയാണ് എടുക്കണമെന്ന് നമുക്കറിയില്ലല്ലോ, അത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ആ പ്രാങ്ക് അത്ര അടിപൊളിയല്ലെങ്കിൽ ഞാൻ വേറെ ഒരു പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ഫുൾ അടിപൊളി. ഇന്ന് ഫുൾ പ്രാങ്കാണ് എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുക. മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെയിൻലെസ്സുകൾ എടുത്ത് പോവാം. ഹായ് മച്ചാ. ഹായ്. ഹായ്. ഹലോ, പേരെന്താ? എൻ്റെയോ? അനു. അനു. സൽമാൻ. പേരെന്താ? ആലിയ. പേരെന്താ? അഫ്നീദ. ഇതെന്താ ഇവിടെ പരിപാടി? ഓക്കെ, അപ്പോൾ നിങ്ങളെ സേവ് ഡേറ്റാ അവിടെ അല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ ഒരു ഈ ഷർട്ടിൻ്റെ മുകളിൽ എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഈ ടീഷർട്ട് മൊത്തം ചളിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഗ്ലാസ് ഇല്ലേ, ഞാൻ കാണിച്ചു തരാം. ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞിട്ട് നമ്മളെ ഗ്ലാസിൻ്റെ പവർ വെച്ചിട്ട് വില മുന്നിലുള്ള ചളികൾ മൊത്തം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ആണോ ഗൈസ്? ശരിക്കും പറയാന്ന് വെച്ചാൽ പോലെ ഒരു മിനിറ്റ് കാര്യം പറയാന്ന് വെച്ചാൽ ശരിക്കും ഇതാ ഈ പൂവൊക്കെ നോക്കട്ടെ. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇതിന് എന്താ ഇതിൻ്റെ പേര്? പൂവ്. ഓക്കെ, അങ്ങനെയാന്ന് വെച്ചാൽ ഈ പൂവ് നിങ്ങൾ ഒന്ന് പിടിച്ച് നിൽക്കുമോ? എനിക്കിപ്പോൾ നിങ്ങളെ മനസ്സ് മൊത്തം കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയട്ടെ, തുറന്നു പറയട്ടെ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിക്കട്ടെ. ഒരു മിനിറ്റ്, നിങ്ങളതും ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ, നിങ്ങളതും ആലോചിക്കട്ടെ. ഓക്കെ, വെയിലത്ത് നിൽക്കണ്ട, കുറച്ചും കൂടി വന്നോളൂ. അപ്പോൾ സിമ്പിളാണ്. ഓക്കെ, വളരെ സിമ്പിള്. അപ്പോൾ പേരെന്താ പറഞ്ഞേ? ആലിയ. അനു. സൽമാൻ. അപ്പോൾ ചിലപ്പോൾ തല കറങ്ങി വെക്കും. അവിടെ ഇങ്ങനെ പിടിച്ചു നിന്നോളൂ. ഓക്കെ, പിടിച്ചു നിന്നോളൂ. ചിലപ്പോൾ തല കറങ്ങും. അപ്പോൾ മൈൻഡ് കറക്റ്റ് റീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു മിനിറ്റ്, ഒരു കാരക്ക ആദ്യം എടുത്തോളൂ. കാരക്ക. അതെ, എന്താണെന്ന് വെച്ചാൽ തല കറങ്ങി വീടുന്നതിനോടാണ്. ഓക്കെ ഓക്കെ, ആലിയ അവിടെ പോയിക്കോളൂ, തല കറങ്ങും. ഓക്കെ, അപ്പോളേ എല്ലാവരും പോയ സ്ഥിതിക്ക് ഇതൊരു പ്രാങ്കായിരുന്നു. ഇങ്ങനെ കുത്തിക്കോളൂ. ഫ്രഷ് അല്ലേ? ഓക്കെ, അടിപൊളി സാധനം. ഓക്കെ, എന്നാൽ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ എന്ത് പരിപാടിയാണ് ചിരിച്ചാലും ചിലപ്പോൾ കോളായിപ്പോ. ഓക്കെ, എന്നാൽ ശരി. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. അവിടെ ഒരു രസമില്ല. അലിയ ജസ്റ്റ് ഒരു പ്രാങ്കായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ. അതും പാളി പോകുന്നുണ്ട്. എന്ന് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ക്യാമറമാനും വേണം, ഒരു മൈക്കും വേണം, എന്നാലേ നമ്മളെ ആ ഒരു പ്രാങ്ക് ഉഷാറാവുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇനി ഞാൻ ആൾക്കാരെ എടുത്തെത്തിയിട്ട് വേറൊരു മോഡൽ പ്രാങ്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ മാക്സിമം നല്ല ലൈക്ക് അടിക്കണം. നമ്മൾ പ്രാങ്ക് ചെറിയൊരു പ്രാങ്ക് നമുക്ക് അറിയുള്ളൂ. ഗൈസ്, അങ്ങനെ ഇവിടുന്ന് കുറച്ച് മരത്തിൻ്റെ ചുവട്ടിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ഒരു ഡാൻസറായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ സ്റ്റെയിൻലെസ്സുകൾ എടുത്ത് പോയിട്ട് ഡാൻസ് കളിപ്പിക്കും. മനസ്സിലായില്ലേ? ഡാൻസ് അറിയില്ലേ? ഓക്കെ, ഡാൻസ് അറിയില്ലേ? അറിയാം. അപ്പോൾ പേരെന്താ? മിഥുന.
നെസ്ല, സിഫ്ന, ഇതാ. അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഡാൻസ് അറിയാം? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ 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 തുള്ളി ചാടുക. തുള്ളി ചാടുക. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങണം. നമ്മൾ ഭൂമിയൊക്കെ കറങ്ങണ മാതിരി ഭൂമി കറങ്ങണ മാതിരി കറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഈ സ്വിമ്മിങ് പൂളിലൊക്കെ കളിക്കണ മാതിരി ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇല്ലേ, അത് തന്നെ. ആ ഒരു സ്റ്റെപ്പ്. ഓക്കെ, ഒക്കെ ഓർമ്മിച്ച് വെച്ചോളൂ, സീരിയസ് ആവണം. ഓക്കെ ഓക്കെ. അപ്പോൾ ആരൊക്കെയാണ് കളിക്കാനുള്ളത്? അവരുണ്ടാവോ? ചേച്ചിയുണ്ട്. ചേച്ചിയാണത്? ഓക്കെ, ചേച്ചി വരണം. ചേച്ചി വന്നാലേ കളറാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നാൽ കളിക്കാമല്ലേ നമുക്ക് എന്നാൽ? ഓക്കെ, ആരൊക്കെ കളിക്കാനുള്ളത്? നിങ്ങളിങ്ങനെ ചൂണ്ടി കളിക്കല്ലേ, ഒരാൾ അമ്മ രണ്ടാൾക്ക് കളിക്കാം. കളിക്കൂല്ലേ? ഓക്കെ, എന്നാൽ നമുക്കിതാ ഇവിടുന്ന് കളിക്കാം, ഈ കളറിൻ്റെ അടുത്തുനിന്ന്. എന്നാ വാ, കമോൺ. നമ്മൾ ഡാൻസ് അവരെ കൊണ്ട് കളിപ്പിക്കാൻ. പേരെന്താണ്? മിഥുന. ഓക്കെ, ഫസ്റ്റ് ഞാൻ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ കളിക്കൂ. ആ കൈ കൊണ്ടു. പിന്നെ ഒന്ന് കറങ്ങണം, ഒന്ന് കറങ്ങിയാൽ മതി. ഓക്കെ, ക്യാമറ എങ്ങനെ ഉണ്ട്? ഇച്ച് പോരാ. എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടുന്നില്ല. നിങ്ങൾ എവിടെ പഠിക്കുന്നത്? കേരളത്തിൽ. ഓക്കെ, ആ കേരളത്തിലുള്ള ആൾക്കാരാണ് എനിക്ക് വേണ്ടത്. കേരളത്തിൽ എവിടെ പഠിക്കുന്നത്? മലപ്പുറത്തുള്ള ആൾക്കാരെ എനിക്ക് വേണ്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാൻസ് കളിക്കല്ലേ? ഓക്കെ, ഞാൻ ഒന്ന് വീഡിയോയിൽ പറഞ്ഞാട്ടെ. ഗൈസ്, നമ്മളിതാ ഡാൻസ് കളിപ്പിക്കാൻ പോവാണ്. അറിയോ? ഓക്കെ ഓക്കെ. ചിലപ്പോൾ തല കറങ്ങി വെക്കും, അങ്ങനത്തെ ഡാൻസാണ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പൊക്കെ പഠിച്ചോ? എങ്ങനെയാ ഞാൻ പറഞ്ഞത്? സ്വിമ്മിംഗ് പൂള്, കറങ്ങണം. പിന്നെ നിങ്ങൾ പോകും വഴി എവിടെയാണ് കണ്ടു പറയും, ഞാനാണ് മാപ്പ്. ഓക്കെ, അതിനോള് ബെസ്റ്റ് ആണല്ലേ? ഓക്കെ, എന്നാലും നമുക്ക് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റൂല. അപ്പം നിങ്ങൾ കളിക്കണം. നിങ്ങൾ പോവാണ്. ഓക്കെ, എന്നാ പോവാണ്, ശരിക്കും പോവാ. നമുക്ക് കളിക്കാം. ഓല് ഫ്രണ്ട്സാണോ? ഇതിൽ ശരിക്കും എൻ്റെ മനസ്സ് തുറന്ന് പറ. ഇവർ കണ്ടിട്ട് ഒരു ലുക്ക് കണ്ടിട്ട് ഡാൻസറാണെന്ന് തോന്നുന്നുണ്ട് ഇല്ലേ? ആണോ? അവൾ തുറന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര ടീമാ? അതൊക്കെ നിങ്ങളെ ടീമാ ആണല്ലേ? ഓക്കെ, എന്നല്ലേ ഞാൻ ഒരു സത്യം പറയട്ടെ. ഇതൊരു ഫ്രാങ്കായിരുന്നു. ഇങ്ങനെ കുത്തിക്കോളും, ഇങ്ങനെ കുത്തിയാൽ മതി. ഓക്കെ ഓക്കെ, കുത്താനും പറ്റൂല. ഓക്കെ, ഇങ്ങനെ കുത്തിക്കോളും. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് വ്ളോഗിൽ വെച്ച് കാണാം. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഫസ്റ്റ് ഇങ്ങനെ സ്റ്റേറ്റസുകൾ എടുത്ത് പോയിട്ട് ഇങ്ങനെ ഡാൻസറാന്നൊക്കെ പറയുമ്പോൾ പല മോഡൽ പ്രാങ്കാണ്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടതിൻ്റെ ഒരു പ്രാങ്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഓക്കെ, ബൈ. എൻ്റെ ചാനലിൻ്റെ പേര് ഓർമ്മ ഉണ്ടോ? എന്താണ്? അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. ഓക്കെ, ഗൈസ് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രാങ്ക് കൊണ്ടുവരാം. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രാങ്ക് ഷോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം. അപ്പോൾ ഇനിയും കുറേ ആൾക്കാരുണ്ട് ഇവിടെ. കുറേ ആൾക്കാരാണ്. എല്ലാ സൈഡിലും ആൾക്കാരാണ് ഗൈസ്. ഈ സൈഡിലെ ആൾക്കാരാണ്, ആ സൈഡിലെ ആൾക്കാരാണ്, ഇവിടെയുണ്ട്. ഹായ്, പേരെന്താ? ഇഗ്നേഷ്. പേരെന്താ? അനാമിക. പേരെന്താ? ഹർഷ. ഓ ഒരു കുറച്ച് ആൾക്കാർ കാണും. അതെ, 10 ആള്. ഓക്കെ, പേരെന്താ? വിഘ്നേഷ്. ഓക്കെ ഗൈസ്, വിഘ്നേഷ് പറഞ്ഞത് ഈ വ്ളോഗ് 10 ആള് കാണുന്നതാണ്. ഓക്കെ, 10 ആള് ചിലപ്പോഴേ കാണുള്ളൂ. ഓക്കെ, 2 ആള് കുത്തിക്കാള്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ സ്റ്റേറ്റസുകൾ എടുത്ത് പോയിട്ട് മനസ്സ് റീഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ തിന്നുന്നത് ഉപ്പിലിട്ടതാണ്,
അതെനിക്ക് മനസ്സിൽ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങളിപ്പോൾ തിന്നുന്നത് ചൊരണ്ടീസാണ്, അതെനിക്ക് മനസ്സിൽ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒന്നും തിന്നുന്നില്ല, നിങ്ങൾ എന്നെ നോക്കി നിൽക്കുകയെന്ന് എനിക്ക് മനസ്സിൽ കാണുന്നുണ്ട്. ഓക്കെ, കാര്യത്തിലേക്ക് കിടക്കാം. സീരിയസ് ആണ്. ഓക്കെ, വളരെ സീരിയസ്. ഓക്കെ, ഓന് ഭയങ്കര ബെല്ലടിക്കുന്നുണ്ട് അവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ഒന്ന് ഇട്ടോളൂ. ഗ്ലാസ് ഇടണ്ട. ഓക്കെ, ഇപ്പോഴാണ് റെഡി ആയത്. ഓക്കെ, അപ്പോൾ ഇത് എത്ര ആൾ കാണും നിങ്ങൾ ഗസ് ചെയ്യുന്നത്? 10 ആള്. ഓക്കെ, നിങ്ങൾ എത്ര ആൾ കാണും ഈ വ്ളോഗ്? 1K. ഓക്കെ, നിങ്ങൾ പറയൂ. 15K. അത്രക്ക് വേണോ? ഇത് ഇന്നലെ തുടങ്ങിയ ചാനല. ഒന്നുകൂടി ഗസ് ചെയ്തോളൂ. 1000. ഓക്കെ, നിങ്ങൾ പറയൂ. 50 ആള്. ഓക്കെ, അപ്പോൾ നിങ്ങളാണ് വിന്നായത്. ഓക്കെ, ഇങ്ങനെ കുത്തിക്കളും. ഓക്കെ, അപ്പോൾ വിന്നായവർക്ക് ഞാനൊരു സിമ്പിൾ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. ഇപ്പം വേണോ? ഇപ്പം വേണോ? തരണോ? കൊടുക്കല്ലേ? ഓക്കെ, കാരക്ക എടുത്തോളൂ. ഉപ്പിലിട്ടതിനെക്കാട്ടി നല്ലത് കാരക്കയാണ്. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ള എനിക്ക് മനസ്സ് കാണുന്നുണ്ട്. ബുദ്ധി ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കാരക്ക കൊണ്ടുവന്ന. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് കണ്ടിട്ട് ബുദ്ധി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറവാണ്, അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആക്കാം. ഓക്കെ, കുത്തിക്കാളൂ. അപ്പോൾ പേരെന്താ? അഭിജിത്ത്, ഹർഷ, അനാമിക, വിഘ്നേഷ്. ഓക്കെ, ഞാൻ ഒന്ന് വീഡിയോയിൽ പറഞ്ഞാട്ടെ. ഞങ്ങൾ ഇവരെ ഒന്ന് ചെറിയൊരു പ്രാങ്കാണ് ചെയ്തത്. ജസ്റ്റ് ഒരു പ്രാങ്കായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി കുത്താൻ കഴിയില്ല. ഓക്കെ, ഒരു പ്രാങ്കായിരുന്നു കേട്ടോ. ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഓക്കെ, ഇത് കത്തും. ഓക്കെ, കത്തും കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. ഞാനിങ്ങനെ വ്ളോഗ് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഒട്ടകത്തിനെ കണ്ട്. എൻ്റെ മോനെ, കഴിഞ്ഞ പ്രാവശ്യം കുതിര ആണെങ്കിൽ ഈ പ്രാവശ്യം ഒട്ടകം. എൻ്റെ മോനെ, എന്താ ഈ സാധനം? എന്താണ്? ദിസ് ഈസ് നെയിം ഊട്ട്. ഊട്ട് ബോൾത്ത. ഓക്കെ, വേർ ആർ യു ഫ്രം? കൽക്കത്തയിൽ. ഓക്കെ, ഫുൾ കൽക്കത്ത. കൊൽക്കത്ത നാം ഊട്ട്. ഗൈസ്, ഊട്ട് എന്ന് പറഞ്ഞ സാധനമാണ്. പക്ഷേ കേരള ഈസ് ഒട്ടകം. ഓക്കെ ഓക്കെ ഗൈസ്, ഊട്ടാണ് മറ്റേ എവിടെയും കൽക്കത്തല്ലേ? കൽക്കത്തയിൽ ഊട്ട് എന്നാ പറയാ. പക്ഷെ നമ്മളെ നാട്ടിൽ ഒട്ടകം എന്നാ പറയാ. നിങ്ങൾ നോക്കണം, ഒരു സ്റ്റേറ്റുകൾ മാറുന്നതിനനുസരിച്ച് ജീവികളെ പേര് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുക. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? അനക്ക് എന്തൊക്കെയാ അറിയാ? ഹിന്ദി സംജ ടീക്കെ എന്തെങ്കിലും കോൺസ യെസ് ഹിന്ദി. ഓക്കെ, അപ്പോൾ മേരാ ഒരു പ്രാങ്ക് ഇല്ലേ, യൂട്യൂബ് ചാനൽ പ്രാങ്ക്. ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ഹായ്. ഓക്കെ, ചാനൽ നെയിം അനസ്വ്ലോഗ് 21. ഓക്കെ, നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഒട്ടകത്തിനന്ന് എന്താ ചെയ്യാന്നുള്ളതില്ല. ഒട്ടകം വളരെ ഡേഞ്ചറാ ഗൈസ്. നിങ്ങളിപ്പോൾ ഒട്ടകത്തിനാണ് കാണുന്നുണ്ടാവുക. ഒട്ടകം. അതെ, ഇതൊന്നും ഇങ്ങനെ പിടിച്ചിക്കോ. എനിക്കൊന്ന് ഒട്ടകത്തിൻ്റെ അടുത്തൊന്ന് പോയി നിൽക്കണത് കാണിച്ചെടുക്കാനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ഹിന്ദിക്കാരൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. യെസ്, ഓക്കെ. ചവിട്ടിയാൽ ഭയങ്കര സീനാവും ഗൈസ്. ഓക്കെ, താങ്ക്സ്. ഓക്കെ ഗൈസ്, ഒട്ടകമാണത്. നമുക്ക് ഒട്ടകത്തിന് മലയാളം കാണാം. വാട്ട് ഈസ് യുവർ നെയിം? അംകോസ്. ഓക്കെ, വേർ ആർ യു ഫ്രം? ബീച്ചിൽ. ഈ ഒട്ടക സഫാരി കിतना പ്രൈസ്? എല്ലാവർക്കും 100, കുട്ടിക്ക് 80. കുട്ടിക്ക് 80, വലിയവർക്ക് 100.
ഓക്കെ ഗൈസ്, ഒട്ടകത്തിൻ്റെ റൈഡ് ഇഷ്ടപ്പെടുന്നവർ ബീച്ചിൽ എന്തായാലും വന്നിരിക്കണം. ഹൗ മെനി ഡേയ്സ് ബീച്ച്? അവിടെ 6 മാസം. 6 മാസം. ഓക്കെ, കുത്തിക്കളും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഒട്ടകത്തിൻ്റെത് കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഒട്ടകത്തിൻ്റെ കാഴ്ച കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ കൈമലാക്കി ഒരു ടീം വരുന്നുണ്ട്. എന്താ കൈമലെന്താ? പെയിൻറ്. അപ്പോൾ നല്ല വരയ്ക്കാനറിയോ? ഓക്കെ, എവിടെയൊക്കെ വരയ്ക്കാൻ പോയിട്ടുണ്ട്? ഓക്കെ ഓക്കെ, പിന്നെ ഓക്കെ, എന്നാൽ വരച്ചോളൂ. കൈ കഴുകാൻ പോവായിരിക്കും അല്ലേ? ഓക്കെ, എന്നാൽ ആയിക്കോട്ടെ, ശരി. ഓക്കെ, ബൈ ബൈ ഗൈസ്. വരക്കാരാണ് തോന്നുന്നത് ഗൈസ്. അത് ഇവിടെ ബീച്ചിൽ എന്തോ ഒരു അടിപൊളി വര വരയ്ക്കുന്നുണ്ട്. അപ്പം കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് ആ വരയ്ക്കുന്നത് കാണാം. അതും കൂടി ഞാൻ ക്യാമറയിൽ കൊണ്ടുതരാം, അല്ല കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മളിങ്ങനെ ആ വരയ്ക്കുന്ന സ്ഥലം മുന്നിലാണ് തോന്നുന്നത് ഗൈസ്. അവിടെ മുന്നിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരെ റിയാക്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. എന്താവുന്നൊന്നും അറിയില്ല. മാക്സിമം ലൈക്ക് അടിക്കണം. ഇവിടെ കുറേ പെയിൻ്റൊക്കെ കാണുന്നുണ്ട്, കണ്ടോ? ഒക്കെ പെയിൻ്റാണ്. അത് അവിടെ വരയ്ക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും, അവിടെ വരയ്ക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് അവരിപ്പോൾ ഇതുവരെ വരയ്ക്കുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ അവർ വരച്ചുണ്ടാക്കിയതാണ് തോന്നുന്നു. ഇത് മൊത്തം അവർ വരച്ചുണ്ടാക്കിയതാണ് ഫുള്ള്. ഇതവിടെ കുറേ പെയിൻ്റൊക്കെ കാണുന്നുണ്ട്. ഇത് ഒരുവിധം പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി വരക്കാരാണെന്ന് തോന്നുന്നു. നല്ലൊരു ഫിനിഷിങ് ഉണ്ട് വരച്ചിട്ട് ഇങ്ങനെ. ഇത് നമ്മളെ നെഹ്റു ആണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. നെഹ്റു അല്ലേ? ഓക്കെ ഗൈസ്, സോറി. എക്സ് കെ പൊറ്റക്കാട് എന്ന് പറഞ്ഞ ആളാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണിത്. അപ്പോൾ ഇതാണ് അവർ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര മണിക്ക് ഞങ്ങൾ വരച്ച് കഴിയുക? അവിടെ എഴുതി വെച്ചിരുന്നില്ലേ ഗൈസ്? ഓ, എൻ്റെ കൈമലായി. കുഴപ്പമില്ല. ഇതിങ്ങനെ പോവും നീ? ചോക്കല്ലേ? ചോക്ക് വെച്ചിട്ടാ വരയ്ക്കുന്നത്? ചോക്കല്ലേ? ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടോ? നല്ല വീടൊക്കെ ഉണ്ട്. ഇത് മറ്റേ ബേപ്പൂർ സുൽത്താൻ്റെ വീടല്ലേ? ആ, വൈക്കം മുഹമ്മദ് ബഷീർ. ഞാൻ കോഴിക്കോട് തന്നെ. പക്ഷെ എനിക്കിങ്ങനെ വരൻ ആണല്ലേ? ഇത് മാനാഞ്ചിറല്ലേ? ഇത് ഇത് KGF KGF 2. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താ? ബിബിൻ. അപ്പോൾ ചേട്ടനാണ് പറയുന്നത് KGF 2 ആണ് നിങ്ങൾ വരയ്ക്കുന്നത്. അത് വായിക്കാൻ പറ്റുന്നില്ല. KLF. ഓ, ഞാൻ ഈ കറുപ്പിട്ടിനോടേക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഗൈസ് KLF ആണ് ഈ കാണുന്നത്. അപ്പോൾ പേരെന്താ? ഹരികീർത്തന. പേരെന്താ? അന്നത്ത്. പേരെന്താ പറയൂ? ആലിയ. നിങ്ങളെ പേരെന്തേനു? ചേട്ടൻ്റെ പേരെന്താ? അനസ് വ്ളോഗ് 21. പേര് അനസ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെയിൻഡസുകൾ എടുത്ത് പോയിട്ട് ഒരു കോമഡി പരമായിട്ട് വ്ളോഗ് എടുത്ത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഒരു പ്രാങ്ക് ആയിരുന്നു. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾ വര കണ്ടിന്യൂ. ഓക്കെ, ബൈ. ഐസ് അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം ഗൈസ്. ഇനി കുറച്ചുകൂടി എൻ്റെ അതിമനോഹരമായ പ്രാങ്ക് കൊണ്ടുവന്നിട്ട് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഫുള്ള് ഒരു പ്രാങ്ക് ഷോ ആണ്. അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം. വളരെ മിക്സായിട്ടാണ് പ്രാങ്ക് ചെയ്യുന്നത്. എല്ലാ പ്രാങ്കും പാടെ കൂട്ടി കലർത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ചിലത് പാളിപ്പോവും, ചിലത് റെഡിയാവും. അതാ പറയുന്നത്. മറ്റേ ചെറിയ ചെക്കൻ പറഞ്ഞ മാതിരി തന്നെ ചിലവലത് റെഡിയാവും, ചിലവലത് റെഡി ആവില്ല. നമുക്കൊരു പ്രശ്നവും എന്ന് പറഞ്ഞ മാതിരിയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണേ. ലൈക്കിലാണ് എനിക്ക് ഉന്മേഷം വരുന്നത്. അപ്പോൾ അതങ്ങനെ നടന്നു പോയിക്കൊണ്ട് നിൽക്കുക ഗൈസ്. നമ്മളിങ്ങനെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ കുറച്ച് അപ്പുറത്ത് എത്തിയിട്ട് ബാക്കി പ്രാങ്ക് ചെയ്യുന്നതാണ്. മാക്സിമം ലൈക്ക് അടിക്കണേ. അപ്പോൾ നിങ്ങളെ ലൈക്കിലാണ് ഇതിൻ്റെ എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാഴ്ചകൾ കാണാം ഗൈസ്. നമ്മൾ ഇവിടെ നിന്നൊക്കെ പ്രാങ്ക് ചെയ്തതാണ്. ഇനി നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക ഗൈസ്. ഇനി അവിടെ സ്റ്റാർബക്സിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഇതിന്റെ ക്യാമറയിൽ കാണുന്നത് നമ്മളെ കാലിക്കറ്റ് കോഴിക്കോട് ബീച്ചാണ്.
ഗൈസ് ഇതാണ് നമുക്ക് ലിഫ്റ്റ് തന്ന ആള്. അപ്പോൾ പേരെന്താ? സുൽത്താൻ. സുൽത്താൻ. ഓക്കെ, അപ്പോൾ കാണാം. യെസ്, ഓക്കെ. 21 അതിലാണ് കയറി വരുന്നത് വ്ളോഗിലേക്ക്. 2021. അത് തന്നെ. അങ്ങനല്ല, 21. അതെ, 21 വയസ്സിൽ. ഇപ്പൊ 22. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ഈ സ്റ്റാർബക്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. പേരെന്താ? ബീച്ച് എങ്ങനെയുണ്ട്? കൊള്ളാം. ബീച്ച് എന്താ അഭിപ്രായം? അടിപൊളി അഭിപ്രായം. ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആണല്ലേ? ഓക്കെ. എവിടെ സ്ഥലം? പാലക്കാട്. ഇവിടെ തന്നെ. അപ്പോൾ വ്ളോഗിൽ വെച്ച് കാണാം. അനസ് വ്ളോഗ് 21. ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ആയി. ഓക്കെ ഗൈസ്, നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 21-ലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. അതാണ് ഞാൻ അനസ് വ്ളോഗ് 21 എന്ന് ഇട്ടത്. അത് ഇനി ഒരിക്കലും മാറ്റൂല. അപ്പോൾ ഗൈസ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. നമ്മൾ ചോദിച്ചു നോക്കാം. ഒരു മിനിറ്റ്. എന്താ പേരെന്താ? ജ്യോതിക. എൽബ. ആൻമരിയ. ഹെലൻ. അലീന. സോന. ഞാനിങ്ങനെ സ്റ്റേറ്റസുകൾ എടുത്തെത്തിയിട്ട് അവരെ മനസ്സ് റീഡ് ചെയ്യും. കാര്യത്തില് ഓക്കെ. നിങ്ങളൊരു പാട്ടുകാരിയല്ലേ? തുടക്കത്തിൽ പോയി. ഓക്കെ, തുടക്കത്തിൽ പോയാലേ ലാസ്റ്റ് റെഡി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. സീരിയസ്, വളരെ സീരിയസ് ആവണം. ഓക്കെ ഓക്കെ ഓക്കെ. ചിലപ്പോൾ ഫുള്ള് വായിച്ചു പോവും. അതെ, നിങ്ങളൊരു ഡാൻസറാണ്. നിങ്ങളൊരു ഒരു ആക്ഷൻ ഹീറോ ബിജുവിൽ പങ്കെടുത്തിട്ട് ഇല്ലേ? അതെ, ഉടായിപ്പല്ല, കാര്യത്തില് സീരിയസ്. എന്നാ സീരിയസ് ആവട്ടെ. ഓക്കെ, പേരെന്താണ്? എൽബ. ജ്യോതിക. ആൻമരിയ. ഹെലൻ. അലീന. സോന. വളരെ സീരിയസ്. അപ്പോൾ ചിലപ്പോഴേ വർക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഡ്രസ്സ് വാങ്ങി വരികയാണ്. ഓക്കെ, ബീച്ച് കാണാൻ വന്നതാണ്. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് വന്നതാണ്. പക്ഷെ എനിക്ക് കാഴ്ചയില്ല. ഇല്ല, ഞാനൊരു റോബോട്ടാണ് സത്യം പറഞ്ഞാൽ. എന്നാൽ ഇതിലാരാ പാട്ട് പാടാ? നിങ്ങൾ ഏതായാലും കൂടി ഒന്ന് പാടിക്കോളൂ. എന്നാൽ പിന്നെ ആർക്കും കുഴപ്പമില്ലല്ലോ. ഓക്കെ, ആൻമരിയ. എന്ത്? എൽബ. ഓക്കെ, അപ്പോൾ ശരിക്കും പാടുമോ? ആണല്ലേ? ഓക്കെ, എന്നാൽ ഇങ്ങോട്ടേക്ക് വരുമോ? വാ, കമോൺ ഗൈസ്. ഇന്ന് നമ്മൾ ബീച്ചിൽ എല്ലാവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ പോകണം. ഇനി അടുത്തത് അതാണ്. ഇതെവിടെ നിന്നോ? അനസ് വ്ളോഗ് 21. അവിടുന്ന് ഇവിടേക്ക് വന്നപ്പോൾ നല്ല ലുക്ക് ഉണ്ട് കാണാൻ. എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ ഈ വെയിലത്തേക്ക് വരുമ്പോൾ ലുക്ക് കൂടും. ഓക്കെ, അപ്പോൾ പാട്ട്, നല്ല പാട്ട് അറിയില്ലേ? ഏത് പാട്ട് നിങ്ങൾക്ക് അറിയാം? ഏതും പാടും. എന്നാൽ ഹംകോ ഹമീസേ കൂറാലോ, അത് ഷാറുഖ് ഖാന് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ കേട്ട പാട്ടാ. അതാ ഞാൻ ചോദിച്ചേ. നിങ്ങൾക്ക് ആണല്ലേ? ഓക്കെ, എന്നാൽ വരൂ. അല്ല, നമ്മൾ ഇപ്പം പാട്ടല്ല ചെയ്യുന്നത്, വേറൊരു കാര്യം. അതാ ഞാൻ പറഞ്ഞത്. വരൂ 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 വരൂ. കമോൺ, വാ വാ വാ. നമ്മൾ ഇതും കൂടി കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വളരെ സീരിയസിലാണ് വ്ളോഗ് എടുക്കുന്നത്. തമാശ നിങ്ങൾക്ക് തമാശ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ സംഭവം നിങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ക്രഷ് അടിച്ച്. അങ്ങനെയാണ്, എനിക്ക് ക്രഷ് അടിക്കുമ്പോൾ എല്ലാവരും പാടെ ക്രഷ് അടിക്കാം. ഓക്കെ ഓക്കെ, ഒരു ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഓക്കെ, ഈ വ്ളോഗ് എത്ര ആൾക്കാർ കാണും? അറിയില്ല.
10 പേരെങ്കിലും കണ്ടാ മതിയായിരുന്നു. 10 പേര് കണ്ടാ മതിയായിരുന്നു. ഓക്കെ. അങ്ങനെയാന്ന് വെച്ചാൽ ഏത് സത്യം പറയട്ടെ, വ്ലോഗല്ല, വ്ളോഗാണ്. പക്ഷെ ഇന്നെ പട്ടി കടിച്ചെന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ പേടി വരാത്ത? ഈ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു റോബോട്ടാ, പിന്നെ കണ്ണ് കാണത്തില്ല, ഇപ്പൊ പട്ടി കടിച്ചു. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ടന്റ് ക്ഷാമോ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതില് നിങ്ങൾ പാട്ട് പാടാൻ അറിയില്ലല്ലോ, നിങ്ങൾ മാറിക്കോളൂ. ഓക്കെ, അമ്മ പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ പാട്ട് പാടിക്കോളൂ. ഗൈസ്, നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാട്ടിലേക്ക് കിടക്കാം. തകർക്കണം, പാട്ട് പാടി തകർക്കണം, വ്ളോഗ് കത്തണം. ഏത് പാട്ടാ നിങ്ങൾക്ക് അറിയാം? പാടിക്കോളൂ, ഏത് വേണമെങ്കിലും പാടിക്കോളൂ. പാടിയാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഇന്നും വേണ്ട, മൈൻഡ് റീഡ് ചെയ്യണ്ട. വേണ്ട, ചെയ്യണ്ട. വേണ്ട, നിങ്ങൾ പാട്ട് പാടിയിട്ട് പറഞ്ഞാൽ മതി. പാട്ട് പാടിയിട്ട് പാട്ട് പാടും. മലയാളം പാട്ട് എനിക്ക് മലയാളത്തിലൊന്നും അറിയില്ല. ഹിന്ദി അറിയോ? എന്നാൽ ഇതറിയോ, നമ്മളെ മലയാളത്തിലുള്ള മറ്റേ യേശുദാസ് അദ്ദേഹത്തിൻ്റെ പാട്ട് ഏതെങ്കിലും അറിയോ? അറിയില്ല. സമയം പോകുന്നുണ്ട്. എന്നാ മറ്റേ പാട്ട് പാടിക്കോ. ഏത് പറഞ്ഞാൽ ഈ ഡിസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ? നിങ്ങൾക്ക് അറിയുന്ന ഒരു പാട്ട് പാടി. എനിക്ക് കരച്ചിൽ വരുന്നു, ഞാൻ കരയിപ്പോ. അത് തന്നെ, അത് പാടിക്കും. കൽവില് തേനൊഴിക്കണ കോഴിക്കോട്. അല്ല, ഒരു പൊയ്ക്കോട്ടെ. ഓക്കെ, എന്നാ കുത്തിക്കോളൂ. നല്ലേ, ജസ്റ്റ് ഇതൊക്കെ ഒരു പ്രാങ്കാണ്. നീ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഓക്കെ, ഇങ്ങനെ കൂടി നിന്നോളൂ. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതോടെ കഴിഞ്ഞ് എൻ്റെ പ്രാങ്ക് ഷോ എല്ലാം തീർന്ന്. ഓക്കെ, സമ്മതമാണോ? ആ, എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണം. സമ്മതമാണോ? അല്ല, എന്താ? ആണല്ലേ? ഓക്കെ, എന്നാൽ ഇതൊക്കെ എൻ്റെ പ്രാങ്ക് ഷോ ആണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് പല പല കഴിവുകളുണ്ട്. നിങ്ങൾ ഇതുവരെ കാണാത്ത കഴിവുകൾ എൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, അതെ ഗൈസ്, നമ്മൾ വരെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കണം. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം. ഇന്നൊരു മിക്സ്ഡ് പ്രാങ്കാണ്. ഇന്ന് പട്ടി കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടേ, പട്ടി കടിച്ചു എന്ന് പറഞ്ഞ് പിന്നെ പല പല പ്രാങ്ക് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇവരൊക്കെ എൻ്റെ ചാനൽ നോക്കുകയാണ്. മതി കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഇങ്ങനെ കൂടി നിന്നോ. ജ്യോതിക, പിന്നെ അലീന, സോന. എവിടെ പഠിക്കുന്നത്? തൊടുപുഴ. ഓക്കെ, നമ്മൾ അതിൻ്റെ പേയാ. അത് ഇനി വലിപ്പിച്ച് കൊണ്ടുപോകണില്ല, നിർത്താൻ പോവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം. കാണുന്നില്ല.